ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ ആറളം വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. പുനരധിവാസ മേഖലയിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. 50-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിലവിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. റുജീഷ്, ഏതായാലും ഇത്തരത്തിൽ 50-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്ന് 100-ലേറെ ആളുകളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് സുരക്ഷിതമായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരിടപെട്ടാണ് ഈ വെള്ളം പൊങ്ങുന്നത് മനസ്സിലായ ഉടൻ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയത്. ഇത്തരത്തിൽ പൊടുന്നനെ ഈ പ്രദേശത്ത്, അതായത് പുനരധിവാസ മേഖലയിലെ 11-13 ബ്ലോക്കുകളിൽപ്പെട്ട പ്രദേശത്താണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇത് വെള്ളം കയറാനുള്ള കാരണം ആറളം വനത്തിൽ ഉരുൾപൊട്ടിയതാവാം എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ വെള്ളം പൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇടപെട്ട് അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും ഇപ്പോൾ സമീപത്തെ അങ്കണവാടിയിലേക്ക് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി മുണ്ടയാമ്പറമ്പ് മേഖലയിലും പുഴ കരകവിഞ്ഞുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടെ പ്രദേശത്ത് വെള്ളം ഉയരാൻ തുടങ്ങിയതാണ്. ഈ പഞ്ചായത്തിനോട് ചേർന്ന വനമേഖലയിൽ ഉരുൾപൊട്ടിയതായുള്ള ഒരു സംശയം അവിടെയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രാത്രി 9 മണിയോടെ വെള്ളം താഴ്ന്നു തുടങ്ങി എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് കരിക്കോട്ടക്കരി കളരിക്കൽ പാലത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മുണ്ടയാമ്പറമ്പ് മേഖലയിലെ താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറിയതോടുകൂടി ഇവിടെ നിന്നും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇരിട്ടി അഗ്നിരക്ഷാ സേനയും പ്രദേശത്തേക്ക് എത്തിയിരുന്നു.